എനിക്ക് അങ്ങനെ വ്ളോഗ് ചെയ്യാനോ അങ്ങനത്തെ ഉള്ളൊരു എക്സ്പീരിയൻസ് ഒന്നും ഉള്ള ആളല്ല. എൻ്റെ ക്യാമറ ഉണ്ടായിരുന്നു DJI Action 4. ഞാൻ ജസ്റ്റ് അത് പോകുമ്പോൾ ചെസ്റ്റിൽ മൗണ്ട് ചെയ്ത് പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് POV ഷോട്ട്സ് എടുത്തിട്ട് അതെന്താ ചുമ്മാ ബീച്ചുമൊക്കെ കയറ്റി വെറുതെ റഫ് എഡിറ്റിങ്, ചുമ്മാ എല്ലാം കൂടെ ക്ലിപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ട് ഞാനിങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് വെറുതെ യൂട്യൂബിലെടുത്തൊരു പരിപാടി. കാര്യം എനിക്കത് സ്റ്റോർ ചെയ്യുന്നതിലും എളുപ്പം അങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നി. പിന്നെ എനിക്ക് തോന്നി ലൈക്ക് കുറച്ച് പേരെന്നോട് പറഞ്ഞു ഇങ്ങനെ വോയിസും കൂടെ വേണ്ടേ, അല്ലെ വോയിസ് ഉണ്ടെങ്കിലല്ലേ അടിപൊളി ആവുള്ളൂ. പക്ഷേ എനിക്കൊരു മടിയായിരുന്നു. കാര്യം എൻ്റെ ജീവിതത്തിൽ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് പ്രായം കൂടുന്തോറും നമ്മുടെ സംസാരം കുറയും. ലൈക്ക് നമ്മൾ പൊതുവേ കുറച്ചുകൂടെ സൈലൻ്റ് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ കാര്യമാണ്. കുറച്ച് പേരൊക്കെ അങ്ങനെ ആയിരിക്കും. അതെന്താണെന്ന് അറിയില്ല കാര്യം. അപ്പോൾ പക്ഷേ ഞാൻ കണക്റ്റ് ആവുന്ന ആൾക്കാരുമായിട്ട് ഞാൻ നന്നായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷെ അത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷേ എനിക്ക് സംസാരിക്കണം എന്നും ഉണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മൾ പറയുന്ന കാര്യങ്ങളെ മറ്റുള്ളവർക്ക് എങ്ങനെ അവർക്കത് ഇഷ്ടപ്പെടുമോ അതൊന്നും നമുക്കറിയില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്ന പോലെ അതാകുമ്പോൾ എനിക്ക് കുഴപ്പമില്ലല്ലോ. പ്രത്യേകിച്ച് വലിയ വ്ളോഗിങ്ങോ പരിപാടിയോ ഒന്നും അല്ല. മൈക്ക് ഞാൻ ജസ്റ്റ് ഇന്നലെ ഞാൻ അൺബോക്സ് ചെയ്തേ ഉള്ളൂ, DJI Mic Mini. സോ അത് ടെസ്റ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വൺ ഡേ റൈഡ്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്ന കാര്യങ്ങളും പോകുന്ന സ്ഥലങ്ങളെപ്പറ്റി എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറയാം. സോ ഈ റൂട്ട്, അതായത് ശബരിമല, റാന്നി, പത്തനംതിട്ട, കൊട്ടാരക്കര, പുനലൂർ, ഈ ഒരു ഹൈവേ, എസ്പെഷ്യലി റാന്നി ടു പത്തനംതിട്ട ഈ ഒരു സ്ട്രെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് നല്ല റോഡാണ്. ഓഫ് സീസൺ, ശബരിമല സീസൺ അല്ലെങ്കിൽ അധികം തിരക്കുണ്ടാവാറില്ലെന്ന് തോന്നുന്നു. സോ നല്ല രസമാണത് ഈ ഒരു സ്ട്രെച്ച് ഓടിക്കാൻ. തിരക്കില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 80 ഒക്കെ ഈസി ആയിട്ട് ക്രൂസ് ചെയ്ത് പോവാം. ഇവിടെയൊക്കെ കുറച്ച് നല്ല ടേൺസ് ഉണ്ട്. സോ അത്യാവശ്യം തിരക്കുള്ള സമയത്തൊക്കെ ഇവിടെ ഈ ശബരിമല റൂട്ടിലേക്കുള്ള KSRTC ബസ്സൊക്കെ എപ്പോഴും സ്റ്റോപ്പ് ചെയ്യുന്നൊരു ആ വളവിൻ്റെ അവിടെയാണ് ബസ് സ്റ്റോപ്പൊക്കെ. നമ്മളധികം വീശി എടുത്താലും ചില സമയത്ത് വണ്ടി കയറി വരും. നമ്മളെവിടെ പോയാലും നമ്മുടെ ഒരു സേഫ്റ്റി ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം പോകാൻ. അത് ഗിയേഴ്സ് യൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അല്ല റൈഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അല്ല. മാക്സിമം നമ്മൾ നമ്മുടെ ഒരു റൈഡിങ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുക. അതിനനുസരിച്ചിട്ട് സേഫായിട്ട് റൈഡിങ് സ്റ്റൈൽ, കത്തിക്കേണ്ടത് കത്തിക്കുക, പയ്യെ പോകേണ്ടത് പയ്യെ പോവുക, അത് തന്നെ. അത്യാവശ്യം തിരക്കുണ്ട് ഈ റൂട്ടിൽ. സാറ്റർഡേ ആണല്ലോ, എല്ലാവർക്കും ലീവുള്ള ദിവസമല്ലേ. സോ ആൾക്കാരൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ടൈമുള്ളപ്പോൾ, നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, നമുക്ക് പറ്റുമ്പോൾ നമ്മുടെ സാമ്പത്തികവും നമ്മുടെ സാഹചര്യവും അനുസരിച്ചിട്ട് നമ്മളെവിടെയെങ്കിലുമൊക്കെ പോവുക. കാര്യം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അതൊരു നഷ്ടമായിരിക്കില്ല. നമുക്കെല്ലാവർക്കും ഇൻ്റർനാഷണൽ ട്രിപ്പോ ഒന്നും പോകാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഒരു വൺ ഡേ പോയി വരാൻ പറ്റുന്ന, നമ്മുടെ ഇപ്പോൾ സ്കൂട്ടറോ സ്കൂട്ടിയോ കാറോ അറ്റ്ലീസ്റ്റ് ബസ്സിൽ പോകാൻ താല്പര്യമുള്ളവരാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യം. എനിക്ക് ബൈക്കിൽ പോകുന്ന കൂടുതൽ താല്പര്യം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങൾ കാണുക, ആൾക്കാരെ പരിചയപ്പെടുക, പറ്റുമെങ്കിൽ അവരോടൊക്കെ സംസാരിക്കുക. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും എനിക്ക് തോന്നുന്നത് എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവുക. നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് വരും. എന്നെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് ഇങ്ങനെ റൈഡൊക്കെ പോയി നമ്മൾ പുതിയ ആൾക്കാരെയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും നമ്മളൊരു പുതിയൊരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ നമ്മുടെ കോൺഫിഡൻസ് ലെവലിലൊരു
ലൈക്ക് ഓരോ ബാർ വെച്ച് ആടാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എല്ലാ കാര്യങ്ങളിലാണെങ്കിലും നമുക്കിപ്പോൾ ലൈഫിൽ ഒരു റിസ്ക് എടുക്കാനാണെങ്കിലും, റിസ്ക് മീൻസ് നമ്മുടെ ലൈഫിൽ ഇപ്പം നമുക്കൊരു ബിസിനസ് ചെയ്യാൻ അങ്ങനത്തെ റിസ്ക് അപ്റ്റൈറ്റ് നമുക്ക് കൂടും. നമുക്ക് ആൾക്കാരോട് കുറച്ചുകൂടെ സംസാരിക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുന്നത്, കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ അതാണ് എനിക്കെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളൊരിക്കലും ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ളതല്ല യാത്ര, അതിലുപരി നമ്മൾ പോകുന്ന ആ ഒരു സാഹചര്യം, നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ നമുക്ക് ഹാർഷായിട്ടുള്ള വെതറായിരിക്കാം, പല കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ ഫേസ് ചെയ്തൊരു യാത്ര കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഈവൻ സേഫായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കതൊരു എക്സ്ട്രാ കോൺഫിഡൻസ് വരും. നമ്മളിപ്പം കോന്നി കഴിഞ്ഞു, ജസ്റ്റ് കോന്നി ടൗൺ കഴിയാറാവുന്നേ ഉള്ളൂ. സോ നമുക്കിവിടുന്ന് കോന്നിയിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ടിരുന്ന് ലെഫ്റ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കോന്നി അച്ചൻകോവിൽ ഫോറസ്റ്റ് റൂട്ടുണ്ട്. അവിടെ അതിവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കുമ്പോഴാണ്. സോ അതൊരു അടിപൊളി റൂട്ടാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ആ റൂട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങൾ അതുവഴി, അതായത് കോന്നി ടു അച്ചൻകോവിൽ, അവിടുന്ന് മേക്കരൈ, തെങ്കാശി, സുന്ദരവാണ്ടിപുരം, ഞങ്ങളങ്ങനെ പോയിരുന്നു. നൈസൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ് ഫോറസ്റ്റ് റൂട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് എടുത്ത് കയറി കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്താം. സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്കറിയാം, ലൈക്ക് വാറ് കാരണം നമുക്ക് ഇപ്പം തന്നെ ഫ്യൂവലിൻ്റെ പ്രൈസ് കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ഇന്നും കൂടിയെന്ന് പറയാം. അതായത് 3 പ്രാവശ്യത്തോളം കൂടി. ഇന്നലെ ഞാൻ അടിക്കുമ്പോൾ നോർമലിന് ഏകദേശം 110 രൂപയായിരുന്നു BPCL. സോ ഈ മനുഷ്യനെ ഇത് ഭയങ്കര, നമ്മളൊന്നും ഒട്ടും നല്ല രീതിയിലല്ല ഇത് അഫക്റ്റ് ചെയ്യുന്നത്. LPGയുടെ വില കൂടിയപ്പോൾ പല ആൾക്കാർക്കും ഹോട്ടൽ അടച്ചിടേണ്ടി വന്നു. അവർക്ക് അതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം, അല്ലെങ്കിൽ അവരുടെ ജീവിതമാർഗം വഴിമുട്ടുക, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ എപ്പോഴും അവരുടെ ഇപ്പോൾ ഫ്യൂവൽ പ്രൈസ് ആയിക്കാവുമ്പം ബാക്കിയെല്ലാം അത് റിലേറ്റഡായിട്ട് നിൽക്കുന്ന എല്ലാ ഗുഡ്സിൻ്റെ പ്രൈസ് കൂടും. FMCG സെക്ടറിലെല്ലാം വില കൂടും. സോ ഈ കൂടുന്ന വില കുറയുമോ എന്നുള്ളതൊരു ചോദ്യം. പിന്നെ ഈ പറയുന്നത് പോലെ വാറ് ഒരിക്കലും മനുഷ്യന്, അല്ലെങ്കിൽ ഒരു നോർമൽ പബ്ലിക്, അല്ലെങ്കിൽ ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാവരെയും അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുള്ളൂ. എപ്പോഴും വാർസ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം വേണം പറയാം, അതെല്ലാം മിക്കപ്പോഴും പ്ലാൻഡാണ്. ഒരിക്കലും ആക്സിഡൻറ്റിലോ ഒന്നുമല്ല. ഒന്നെങ്കിൽ 2 വ്യക്തികൾ, പവറുള്ള 2 വ്യക്തികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ജസ്റ്റ് അവരുടെ സെൽഫിഷ്നെസ് അല്ലെങ്കിൽ പവർ കാണിക്കുക. പക്ഷേ ഇതിൻ്റെ എല്ലാം ബേസ് ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന എപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഗോളായിരിക്കും. ട്രേഡ്, എപ്പോഴും ബിസിനസ്. ഇതിൻ്റെയൊക്കെ പുറകിൽ മേജറായിട്ടുള്ള എന്തെങ്കിലും മണി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്യാപ്ചർ ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ഉള്ളതൊക്കെയാണ്. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഉണ്ടാക്കുക. എല്ലാം ബേസിക്കലി എവറിത്തിങ് ഈസ് ഫിനാൻഷ്യൽ, വേറെ ഒന്നുമല്ല. എപ്പോഴും മനുഷ്യന് സാധാരണ നോർമൽ, ഇപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിൽ വാർ നടക്കുന്നു നമ്മൾ വിചാരിക്കുക. ആ രാജ്യങ്ങളിൽ എപ്പോഴും അഫക്റ്റഡ് ആവുന്നത്, അത് നയിക്കുന്നവർ പാവങ്ങൾ, ഫ്രണ്ടിൽ നിൽക്കുന്ന ആർമി, അല്ല ആർമിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവിടുത്തെ ആംഡ് ഫോഴ്സസ്. പക്ഷെ അവരും പബ്ലിക്കാണ്, അവർക്കും ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അഫക്റ്റഡ് ആവുന്ന കുറേ പബ്ലിക്, ഒന്നും അറിയാത്ത സാധാരണക്കാർ. സോ ഞാനെന്തോ ഫ്യൂവലിൻ്റെ പ്രൈസ് ഇന്നും കൂടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. ആദ്യമായിട്ടല്ല കൂടുന്നത്, പക്ഷേ എന്നാലും എല്ലാത്തിൻ്റെയും റൂട്ട് കോസ് എപ്പോഴും ആരെങ്കിലുമൊക്കെ പ്ലാനിങ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു. ഇനിയും കുറച്ച് സ്ട്രെച്ചിങ്ങിന് റോഡ് ഭയങ്കര നല്ലതാണ്. ഈ റോഡ് മൊത്തത്തിലധികം എന്നാ പറയുന്നത്, അധികം പ്രശ്നമൊന്നുമില്ല, നൈസ് സ്ട്രെച്ചാണ്. ഇനിയിപ്പോൾ നമ്മൾ പുനലൂർ ഒരു 10-15 മിനിറ്റിനുള്ളിൽ പുനലൂർ എത്തും. സോ ഇവിടെ നമുക്ക് ഈ സ്ഥലം ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഴത്തോപ്പ്
ഈ സ്ഥലത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റേ തേക്കിൻ്റെ തടിയെടുപ്പോ ഇതിപ്പം നമ്മൾ പണ്ട് തെന്മലക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇവിടെ നിർത്തുമായിരുന്നു. ഇതിനു മുമ്പ് ചില വളവിൻ്റെ അവിടെ അത്യാവശ്യം നല്ല തണലുള്ള സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് നിർത്തി ഒന്ന് എന്താ പറയുന്നത് ഇച്ചിരി നേരം ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലങ്ങൾ. പാലത്തിൻ്റെ അവിടെ വൈകുന്നേരം കുറേ ചായക്കടകൾ കാണും. സോ നമുക്കവിടെ തിരിച്ച് ഞങ്ങൾ തെങ്കാശിയൊക്കെ പോകുമ്പോൾ തിരിച്ചൊരു ബീ സൈഡിലൊക്കെ നിർത്തി ചായ കുടിക്കാനൊക്കെ നിർത്താറുണ്ട്. അതൊരു നല്ലൊരു സ്പോട്ടാണ്. നമ്മൾ ഈ കുട്ടിക്കാനം ഒക്കെ പോകുമ്പോൾ നമ്മൾ മേജറിൽ നിർത്തുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, അതുപോലെ ഈ റൂട്ട് പോകുമ്പോൾ പുനലൂർ എത്തുന്നതിന് മുന്നേ നിർത്താൻ പറ്റിയൊരു സ്ഥലമാണ് അത്, ചായ കുടിക്കാനൊക്കെ. സോ നമ്മൾ തെന്മലയിൽ നിന്ന് വരുമ്പോൾ ഈ റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ അമ്പനാട് അല്ലെങ്കിൽ നമ്മളീ പറയുന്ന മാമ്പഴത്തറ സൈഡിലേക്ക് പോകുന്നത്. സോ ഇനിയിപ്പോൾ അങ്ങോട്ട് ചെറിയ റോഡ്സാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പോകുന്നത് കറക്റ്റാണെന്ന് തോന്നുന്നു. ഒരു കനാലിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു വഴിയാണ് ഞാൻ പോകണത്, അറിയില്ല, നോക്കാം. എവിടെയെങ്കിലുമൊക്കെ എത്തുമായിരിക്കുമല്ലോ. പിന്നെ എനിക്ക് എപ്പോഴൊക്കെ വഴി തെറ്റിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ ഉദ്ദേശിച്ചതിലും കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിൽ ചെന്നെത്താറുണ്ട്. ഒരു മജോറിറ്റി കേസസിലും നോക്കാം എന്നെവിടെ എത്തും. ഇതൊരു എസ്റ്റേറ്റ് എന്തോ ആണ്. ഇതാണോ ഇനി സ്ഥലം? എനിക്ക് വഴിയൊക്കെ മെറ്റിലിറക്കിയിട്ടേക്കുന്നത് മാത്രമേ ഉള്ളൂ, ടാറ് ചെയ്യാനാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. പക്ഷേ ഇവിടെ മുഴുവൻ ഇവർ വെട്ടി ക്ലിയർ ചെയ്തിട്ടിരിക്കുക എന്ത് കൃഷിയുടെ ആവശ്യത്തിന്. സോ താഴെക്കൂടുള്ള വഴി എടുത്താലും അവിടേക്ക് തന്നെ ചെല്ലും. ഈ വഴി കയറിയാലും എനിക്ക് തോന്നുന്നത് അവിടെ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട്, ആ ബ്രിഡ്ജ് കയറി വേണം പോകാൻ തോന്നുന്നു. ഒരു ബ്രിഡ്ജുണ്ട് ഒരു കനാലിന് ക്രോസായിട്ട് റൈറ്റിലേക്ക്. സോ ഈ ബ്രിഡ്ജ് കയറാം നമുക്ക്. ഒരു പഴയ ബ്രിഡ്ജാണ് ഇവിടെ. കളിക്കാനൊക്കെ അല്ലേ? ഓക്കെ. ഇവിടാണോ കുളം പറഞ്ഞേ? അവിടെ ആ താഴെയായിരുന്നു അല്ലേ? എടാ അപ്പം ഈ വഴി രാത്രിയിൽ ആൾക്കാർ വരത്തില്ലേ? സേഫായിട്ട് ആ ബസ്സിൻ്റെ പുറകെ കയറി വരുന്നല്ലേ? അല്ലാതെ തന്നെ വന്നാൽ പണി കിട്ടുമല്ലേ? നിങ്ങളുടെ വീടിൻ്റെ ഒക്കെ അവിടെ റേഞ്ച് ഉണ്ടല്ലേ? ഓ ഓക്കെ ഓക്കെ. ടവർ കുറവാണ്. ജിയോയ്ക്ക് റേഞ്ച് കാണിക്കത്ത്. ജിയോയ്ക്ക് റേഞ്ച് ഉണ്ടോ? ആ ആ അല്ല അപ്പം നീ ബസ് കിട്ടുന്നവരെ അവിടെ നിൽക്കുമായിരുന്നോ? ആ ഓക്കെ. അല്ല ഞാൻ ചോദിച്ചാ ഇവിടെയോ? ആഹാ. ഇപ്പം ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? വീടുകളാ? ഇവിടാണോ നീ പറഞ്ഞ ആശുപത്രിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ? ഓ അവിടാണ്
അമ്പനാട് റൈറ്റോ? ഓക്കെ. എടാ കുറവന്താവളം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണോ, മുന്നോട്ട് പോയാലേ എവിടാ ചെല്ലുന്നത്? ആ അമ്പനാട് എത്തുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, അമ്പനാട് കഴിഞ്ഞ് പിന്നെ നമുക്ക് തെന്മല റൂട്ടിൽ ചാടാലോ അവിടുന്ന്? ഓക്കെ. അപ്പം ഞാൻ ഈ അമ്പനാടല്ലാതെ കുറുവന്താവളത്തുനിന്ന് വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ? അതായത് എടാ കാണാനല്ല, ഇപ്പം സ്ഥലങ്ങൾ ഇപ്പം കുറുവന്താവളത്തുനിന്ന് ഒരു സൈഡ് പോയ അമ്പനാട് അല്ല. ആ ലയം അങ്ങോട്ട്, ആ ലയമൊക്കെ കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ഥലമുണ്ടോ അതോ ലയം കൊണ്ടൊക്കെ തീരുവാണോ ഞാൻ ചോദിക്കുന്നത്? ഓക്കെ. ആ പിന്നെ കൃഷിയിടങ്ങളും അങ്ങനെയല്ലേ ഉള്ളൂ, അല്ലാതെ വഴി മുന്നോട്ട് വഴിയില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. മഴയൊക്കെ പെയ്തിട്ട് ഒരു ദിവസം രാവിലെ വരാം, അപ്പോഴും കോടയായിരിക്കും അല്ലേ? എത്ര നേരം നമ്മുടെ കൂടെ ഒരു കോ പാസഞ്ചർ ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിയോട് ഒരു ചെറിയ എന്നാ വലിയ പയ്യൻ, അവൻ എനിക്കിവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു അവനറിയാവുന്ന പോലെ. ഞാൻ അവനോട് എൻ്റെ സംശയങ്ങളൊക്കെ ചോദിച്ചു. സോ ഇതാണ് കുറുവന്താവളം സൈഡ്, ഇതാണ് കുറുവന്താവളം ജംഗ്ഷൻ. ഒരു ചെറിയ ജംഗ്ഷനാണ്. ഇവിടെ സാധാരണ രാത്രിയൊക്കെ ആനകളൊക്കെ ഇറങ്ങാറുണ്ട്. ഈ സൈഡിലൊക്കെ എർത്ത് കമ്പി ഇട്ടിട്ടുണ്ട്. സോ ഇതാണ് കുറുവന്താവളം. ഇത് ഇവിടുത്തെ ലൈബ്രറി. ഇവിടെ അധികം കടകളും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു പള്ളി, ഒരു അമ്പലമുണ്ട്, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ചായ കുടിക്കാൻ പറ്റിയൊരു നോർമൽ കടയുണ്ട്. ഇവിടെ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നുമില്ല, കാര്യം ഇവരിപ്പോഴും ഉമ്മി കത്തിച്ച് കുറ്റി അടുപ്പിലാണ് ചെയ്യുന്നത്. സോ ആ ദൂരെ ആ കാണുന്ന മലയാണ് അമ്പനാട് എന്ന് പറയുന്ന സ്ഥലം. അമ്പനാട് സ്ട്രീറ്റ്, അവിടെ 5 മണി വരെ സോ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് സാധാരണ മനുഷ്യരെന്ന് മീൻസ് നമ്മൾ എന്താ പറയുന്നത്, വളരെ സഹകരണവും കാര്യങ്ങളൊക്കെ ഉള്ള. നമുക്ക് അങ്ങനെ ചിലയിടത്തൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അതിന് നമ്മുടെ വരുന്നവരുടെ കയ്യിലിരിപ്പും കൊണ്ടും കൂടാണ് ചില സ്പോട്ടുകളൊക്കെ അങ്ങ് ആൾക്കാർ പോയി എന്താ പറയുന്നത്, അവിടെയുള്ള നാട്ടുകാരെയും ബുദ്ധിമുട്ടിച്ച്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എനിക്കൊന്ന് ഇവിടെയുള്ള ആൾക്കാർ നമ്മൾ വരുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരം തരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, നമ്മൾ നല്ല ആൾക്കാർ അത്രേ ഉള്ളൂ. ചെറിയ ഹെയർ പിന്നൊക്കെ ഉണ്ട് ഇവിടെ. സോ അപ്പോൾ നമ്മൾ ഈ വഴി വന്നു, എന്നിട്ട് നെടുമ്പാറ എത്തിയതിന് ശേഷം അവിടെ നിന്ന് ലെഫ്റ്റ്. പക്ഷെ നമ്മൾ തെന്മല റൂട്ട് കയറി വരുമ്പോൾ എനിക്കൊന്ന് തെന്മലയിൽ നിന്ന് വരുമ്പോൾ ആ വഴിയാണ് മേളിൽ നിന്നുള്ള ആ വഴിയാണ് വരുന്നത്. നമ്മൾ നെടുമ്പാറ എത്തിയപ്പം കുറേ TN രജിസ്ട്രേഷൻ വണ്ടികളും കേരള രജിസ്റ്റർ കാറുകളും ജീപ്പുകളൊക്കെ കണ്ടു. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ അമ്പനാട് സൈഡിലേക്ക് പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. ഒരു കുരങ്ങൻ, ഇവിടെ കുരങ്ങന്മാർ ക്രോസ് ചെയ്യുന്നുണ്ട് വഴി. ശ്രീ മഹാദേവ ക്ഷേത്രം നെടുമ്പാറ. ഇപ്പോൾ ഓൾറെഡി 4 മണിയായി. നമുക്ക് ജസ്റ്റ് അമ്പനാട് വരെ ഒന്ന് പോയിട്ട് വരാം.
സോ ഇതാണ് അമ്പനാട് എസ്റ്റേറ്റ്. സോ നമ്മളിവിടുന്ന് പാസ് എടുത്തിട്ട് വേണം പോകാൻ. ഒരാൾക്ക് 100 രൂപ എന്നുള്ളൊരു പാസ്. പാസ് എടുക്കുന്നതിൻ്റെ മുതലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഇവിടെ വരെ വന്നിട്ട് നമുക്ക് പാസ് എടുക്കാതെ അകത്ത് കയറാതെ പോകാൻ പറ്റത്തില്ലല്ലോ. ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഫ്രണ്ടിലേക്ക്. നമുക്ക് ഏതായാലും നോക്കാം. എൻ്റെ മനസ്സിലെപ്പോഴും ഞാൻ സ്ഥലങ്ങളല്ല, പ്രത്യേകിച്ച് ഹൈ റേഞ്ച് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും ഇടുക്കിയാണ്. ഞാൻ അതുമായിട്ടാണ് എപ്പോഴും കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് പാസ് എടുത്ത് പോകാനുള്ളതുണ്ടോയെന്ന്. പക്ഷേ ഇവിടുത്തെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ളവർക്ക്, കൊല്ലം, പത്തനംതിട്ട, ഇപ്പം തെങ്കാശിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അവരെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അടുത്തുള്ളത് ഇതാണ്. അപ്പം ഞാനതാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ വ്യൂ പോയിൻ്റ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. എല്ലാവരും വലത്തോട്ടാവേ, അപ്പം ഞാനിങ്ങോട്ട് ഇടത്തോട്ട് വന്ന് ഫാക്ടറി ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട്. ഇവിടുത്തെ ടീ ഫാക്ടറി ഇതാ. വർക്ക്ഷോപ്പ്, സോ തിരിച്ച് നമ്മൾ നെടുമ്പാറന്ന് തെന്മല റൂട്ട് ചാടി അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകാൻ വിചാരിക്കുന്നത്. സോ ഇത് നമ്മൾ നെടുമ്പാറന്ന് തെന്മല ആ മെയിൻ റോഡിലേക്ക് NH ചാടുന്ന അവിടേക്ക് പോകുന്ന വഴിയാണ്. നെടുമ്പാറ